ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമ്മൾ സാധാരണ കരിമീൻ പൊരിക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് വളരെ നല്ല രുചിയോടെ എങ്ങനെ കരിമീൻ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കരിമീനാണ് എടുത്തിട്ടുള്ളത്. കരിമീൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കർണാടകയിൽ ലഭിക്കുന്ന കരിമീനാണ്. ഇവിടെ ഇതിന് ജുലേബി എന്നാണ് പറയുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മീനിന് നല്ലപോലെ നമ്മൾ കീറിട്ട് കൊടുക്കണം. പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ വലിയ സൈസ് എടുക്കരുത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ഹാഫ് സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് കശ്മീരി മുളകും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ 2 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ 1 സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരം 1 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കരിമീനിൽ നമ്മൾ നേരത്തെ കഴുകി വെച്ചതാണല്ലോ, അപ്പോൾ വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊറ്റിക്കളയുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എന്തായാലും മിനിമം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് കുറച്ച് ലൂസായി പോയെന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റേത് ലൂസായിട്ടൊന്നുമില്ല, വലിയ തക്കാളിയുടെ സൈസ് വലുതായി പോയാൽ ചിലപ്പോൾ ലൂസാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു പൊരിക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളിതിലേക്ക് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു അരപ്പ് കട്ടിയായിക്കോളും. അപ്പോൾ എന്തായാലും ഒരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് അതേപോലെ കമൻറ്റും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റും ലൈക്കൊക്കെ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് പൊരിക്കാനെടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് സൺഫ്ലവറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ആ ഒരു നല്ല മണവും പച്ചമുളകിൻ്റെ എരിവുമൊക്കെ നല്ലോണം ഇതിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ നമ്മൾ കാശ്മീരി മുളകാണ് ചേർക്കുന്നുള്ളത്. എരിവുള്ള മുളക് പൊടി ചേർക്കരുത്. അപ്പോൾ എരിവ് നല്ലോണം കുറച്ച് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കോൺഫ്ലവറൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊരിക്കുന്ന സമയത്ത് ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് പൊരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ കുക്കിംഗ് പഠിച്ചു വരുന്നവരാണെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പൊരിക്കാം കേട്ടോ. മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാല മുഴുവനായിട്ട് നമ്മുടെ മീനിൻ്റെ മേലെ തന്നെ ഇതേപോലെ വെച്ച് കൊടുക്കുക. മസാല നല്ല ടേസ്റ്റുള്ള മസാലയാണ്. അപ്പോൾ ഇനി നല്ലപോലെ ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.